ദൈവമേ, നീ എന്നെ അങ്ങ് ഉപേക്ഷിച്ചോ? നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ? നീ എന്നെ നോക്കുന്നില്ലേ? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങളെല്ലാം എനിക്ക് ജീവിതത്തിലുണ്ടാകുക? ഭയമാണ്. ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുമോ? 12-ാം തിരുവചനത്തിൽ 27-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ പറയുകയാണ്, വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. ദൈവമേ, എൻ്റെ കുടുംബം തകർന്നു പോകാൻ ഇടവരരുതേ. എന്നിട്ട് സങ്കീർത്തകൻ അവസാനത്തെ വാക്യത്തിൽ എഴുതി വെക്കുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ബൈബിളിൻ്റെ ഉത്തരം ഇതാണ്. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഈ ദൈവ പൈതൽ സ്വയം ആശ്വസിക്കുകയാണ്, ഞാൻ ദുർബലപ്പെടില്ല. ഞാൻ ആരിൽ ആശ്രയിക്കും? എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്നിട്ട് ആ ദൈവ പൈതൽ സ്വയം പറയുകയാണ്, കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവാണ് എൻ്റെ ജീവിതത്തിന് കോട്ട, ഞാൻ ആരെ പേടിക്കണം? ഈ ദൈവ പൈതലിൻ്റെ പേടിയെന്ന് പറയുന്നത് ദുരാരോപണങ്ങൾ, മറ്റുള്ളവരിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുക, മറ്റുള്ളവർ നമ്മൾക്കെതിരെ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ തെറ്റിദ്ധരിക്കുകയാണ്, നമ്മളെ വേദനിപ്പിക്കുകയാണ്, കുത്തുവാക്ക് പറയുകയാണ്, ദൂഷണം പറയുക. ഈ ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടിട്ട് എന്നും ചോദിക്കുക, എൻ്റെ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ല? ഈ ഭാരം കൊണ്ട് ഇങ്ങനെ ചോദിക്കുക, ദൈവമേ, നീയും എന്നെ കൈവിട്ട് കളഞ്ഞോ, തിരസ്കരിച്ചോ? ഇതാണ് ഏറിയ പങ്കം ആളുകളുടെ ദുഃഖത്തിൻ്റെ കാരണം. അവർ കരുതുന്നത് എന്താണ്? പുറത്തു നിന്ന് ആളുകൾ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒടുവിൽ ഈ ദൈവ പൈതലിന് വെളിച്ചം കിട്ടി, കർത്താവേ, നീയാണ് എൻ്റെ പ്രത്യാശ.